മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇൻഫിനിറ്റി സ്റ്റോൺസ് കൈക്കലാക്കാൻ താനോസ് ഒരുപാട് വെയിറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? അതിന് രണ്ട് കാരണങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കും. ഒന്നാമത്തെ കാരണം താനോസിന് സോൾ സ്റ്റോണിന്റെ ലൊക്കേഷൻ അറിയത്തില്ലായിരുന്നു എന്നതാണ്. ആ കാരണം കൊണ്ട് തന്നെ താനോസ് നെബുലയെ ടോർച്ചർ ചെയ്ത് ഗമോറയെ കൊണ്ട് സോൾ സ്റ്റോണിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് പറയിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാരണം താനോസ് ഇൻഫിനിറ്റി സ്റ്റോൺസ് കളക്ട് ചെയ്യാൻ ഒരു പെർഫെക്റ്റ് മൊമെന്റ് കാത്തിരുന്നു എന്നതാണ്. അതായത് 9 റെലംസിന്റെയും പ്രൊട്ടക്ടർ ആയിരുന്ന ഓഡിനും വൺ ഓഫ് ദ പവർഫുൾ സോഴ്സറർ സുപ്രീം ആയിരുന്ന ഏൻഷ്യന്റ് വണ്ണും മരണപ്പെടാൻ താനോസ് വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓഡിനും ഏൻഷ്യന്റ് വണ്ണും ഒക്കെ എത്രമാത്രം പവർഫുൾ ആണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. സോ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇൻഫിനിറ്റി സ്റ്റോൺസ് കൈക്കലാക്കാൻ താനോസ് വെയിറ്റ് ചെയ്തത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഹൾക്കിന് സമാനമായ പവേഴ്സ് ഉള്ള 5 ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരിൽ ആരാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്പർ 5 ഷീ ഹൾക്ക്. ഷീ ഹൾക്ക് നമ്മുടെ സ്മാർട്ട് ഹൾക്കുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഷീ ഹൾക്കിന് സ്മാർട്ട് ഹൾക്കിനേക്കാൾ സ്ട്രെങ്ത് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്പർ 4 സ്മാർട്ട് ഹൾക്ക്. സ്മാർട്ട് ഹൾക്ക് എൻറ്റയർലി ഹൾക്കിന്റെ മറ്റൊരു വേർഷൻ ആണ്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഇൻഫിനിറ്റി സ്റ്റോൺസ് ഉപയോഗിച്ച് സ്നാപ്പ് ചെയ്ത സ്മാർട്ട് ഹൾക്ക് എത്രമാത്രം ശക്തനായിരിക്കും? നമ്പർ 3 സ്കാർ. മാർവൽ കോമിക്സ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലൈവ് ആക്ഷനിൽ ഹൾക്കിനോളമോ അല്ലെങ്കിൽ സ്മാർട്ട് ഹൾക്കിനേക്കാളോ സ്ട്രെങ്ത് സ്കാറിനുണ്ടായിരിക്കാം. നമ്പർ 2 അബോമിനേഷൻ. ദ ഇൻക്രെഡിബിൾ ഹൾക്കില് അബോമിനേഷൻ ഹൾക്കിനേക്കാൾ സ്ട്രോങ്ങർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ദേഷ്യം കൂടുന്തോറും ശക്തനായി മാറുന്നതുകൊണ്ട് മാത്രമാണ് ഹൾക്ക് അബോമിനേഷനെ തോൽപ്പിച്ചത്. നമ്പർ 1 റെഡ് ഹൾക്ക്. റെഡ് ഹൾക്ക് എത്രമാത്രം അപകടകാരിയാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ പല മൂവീസിലെ പല ഷോട്ടുകളും ചിത്രീകരിക്കുന്ന സമയത്ത് ഒരുപാട് ബ്ലൂപേഴ്സ് ഉണ്ടാവാറുണ്ട്. അതിലെ വളരെ രസകരമായ ബ്ലൂപേഴ്സ് നമുക്കൊന്ന് നോക്കിയാലോ. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറില് വക്കാണ്ടയിൽ വെച്ചുള്ള ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരാട് കാരണം ചാഡ്വിക് ബോസ്മാന് ആ സീൻ പല തവണ റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. I know you have found something. A sense of peace. Okay, now you are going too far now. സ്പൈഡർമാൻ നോവേ ഹോമില് ഡോക്ടർ സ്ട്രേഞ്ച് സാങ്ക്ടം സാങ്ക്ടോറത്തിൽ വെച്ച് പറന്നു വന്ന് മഞ്ഞിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം സ്ലിപ്പ് ആകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആക്ച്വലി ഡോക്ടർ സ്ട്രേഞ്ച് ആയിട്ട് വേഷമിട്ട ബെനഡിക്ട് കംബർബാച്ച് ഒരുപാട് തവണ ഈ ലാൻഡ് ചെയ്യുന്ന സീൻ റീഷൂട്ട് ചെയ്ത് നോക്കിയിരുന്നു. എന്നാൽ എല്ലാ റീഷൂട്ടിലും അദ്ദേഹം ലാൻഡ് ചെയ്യുമ്പോൾ സ്ലിപ്പ് ആവുകയാണ് ചെയ്തത്. Keep the seals tight. That's right. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ മിക്ക മൂവീസിലും പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാൻ തന്റെ പഞ്ചസ് എല്ലാം ഹോൾഡ് ബാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ 3 തവണ സ്പൈഡർമാൻ തന്റെ പഞ്ചസ് ഹോൾഡ് ബാക്ക് ചെയ്യാതെ തന്റെ വില്ലന്മാരോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെപ്പോഴൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ടൈറ്റനിൽ വെച്ച് താനോസിനോട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്പൈഡർമാൻ ഒട്ടും ഹോൾഡ് ബാക്ക് ചെയ്യാതെയാണ് താനോസിനെ ആക്രമിച്ചത്. കാരണം തന്റെ നോർമൽ പഞ്ചസ് കൊണ്ട് താനോസിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് സ്പൈഡർമാന് നന്നായിട്ട് അറിയാം. ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത മിസ്റ്റീരിയോയെ സ്പൈഡർമാൻ ഒട്ടും ഹോൾഡ് ബാക്ക് ചെയ്യാതെ ഒരു പഞ്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ മിസ്റ്റീരിയോ ഇല്യൂഷൻ ആയതുകൊണ്ട് തന്നെ സ്പൈഡർമാന്റെ പഞ്ച് കൊണ്ട് ഒരു വോള് ബ്രേക്ക് ആകുന്നുണ്ട്. ഇവിടെ സ്പൈഡർമാൻ കൊടുത്ത പഞ്ച് റിയൽ ആയിട്ട് മിസ്റ്റീരിയോക്ക് കിട്ടിയിരുന്നെങ്കിൽ മിസ്റ്റീരിയോയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ. ആൻഡ് മെയ്യെ കൊന്ന നോർമൻ ഓസ്ബോൺ അഥവാ ഗ്രീൻ ഗോബ്ലിനെ കൊല്ലാൻ തീരുമാനിച്ചു തന്നെയാണ് പീറ്റർ പാർക്കർ പഞ്ച് ചെയ്യുന്നത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ മാൻഡിൽ സ്വീകരിച്ചിട്ടുള്ള 4 പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് സ്ട്രോങ്ങസ്റ്റ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്പർ 4 ജോൺ വോക്കർ. ക്യാപ്റ്റൻ അമേരിക്ക എന്ന മാൻഡിൽ സ്വീകരിച്ചവരിൽ ഏറ്റവും ദുർബലൻ ജോൺ വോക്കർ ആണെന്ന് പറയേണ്ടി വരും. ഒരു നോർമൽ ഹ്യൂമനായ അദ്ദേഹം സൂപ്പർ സോൾജർ സെറം ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും വിന്റർ സോൾജറും ഫാൽക്കണുമായിട്ടുള്ള ഫൈറ്റിലൊക്കെ അദ്ദേഹം തോൽവി ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. നമ്പർ 3 സാം വിൽസൺ. സാം വിൽസൺ ഒരു നോർമൽ ഹ്യൂമൻ ആണെങ്കിലും അദ്ദേഹത്തിന് വൈബ്രേനിയ ഷീൽഡും വൈബ്രേനിയ സ്യൂട്ടും ഒക്കെ ഉണ്ട്. തന്റെ വൈബ്രേനിയ വിങ്സ് ഉപയോഗിച്ച് സാം വിൽസൺ റെഡ് ഹൾക്കിനെ പോലും മുറിവേൽപ്പിക്കുന്നുണ്ട്. നമ്പർ 2 പെഗ്ഗി കാർട്ടർ. സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്ക എത്രമാത്രം പവർഫുൾ ആണോ അതേപോലെ തന്നെയാണ് പെഗ്ഗി കാർട്ടർ അഥവാ ക്യാപ്റ്റൻ കാർട്ടർ. നമ്പർ 1 സ്റ്റീവ് റോജേഴ്സ്. ഈ പറഞ്ഞവരിൽ ഏറ്റവും ശക്തൻ സ്റ്റീവ് റോജേഴ്സ് ആണ്. അദ്ദേഹം പ്യുവർ ഹാർട്ടഡ് ആണ്. തോറിന്റെ വെപ്പണായ മ്യോൾനിയർ പോക്കാൻ വർത്തിയാണെന്നും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്.